എല്ലാവരുടെയും മനസ്സിൽ പൊതുവെ ഈ കുംഭമേള നടക്കുന്ന സമയത്ത്, സാധാരണ കുംഭമേളയല്ല, മഹാകുംഭമേളയാണ്. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആർക്കും ഇനി അടുത്തതിൽ പങ്കെടുക്കാൻ കഴിയില്ല. കാരണം ഒരു നൂറ്റാണ്ടിനും അപ്പുറമാണ് ഇനി അടുത്ത മഹാകുംഭമേള സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ തലമുറയുടെ മഹാഭാഗ്യം. അത് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് വീഡിയോയിലൂടെയും ചാനലിലൂടെയും ഒക്കെ നേരിട്ട് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു വലിയ മേള, സാധാരണ രീതിയിലൊരു മേള എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആഹ്ലാദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരുപാട് വിജ്ഞാനം പകർന്ന് നൽകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിലങ്ങനെയൊന്നുമില്ല. നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് വരുന്നു. അതിനെ പ്രയാഗ്രാജ് എന്ന് വിളിക്കുന്നു. അവിടെ ഗംഗാ നദിയിൽ സ്നാനം ചെയ്യുന്നു, പോകുന്നു. ഇത്രേ ഉള്ളൂ. ഇതിനാണ് ഈ പെടാപ്പാടക്കപ്പെടുന്നത്. അത് വരുന്നവരോ സാധാരണ ഒരു ഉത്സവത്തിന് വരുന്ന ഒരു ജനക്കൂട്ടമല്ല, അല്ലെങ്കിൽ ഒരു മഹാ സംഭവത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളെ പോലെയല്ല. പല വ്യത്യസ്തമായ രൂപവും ഭാവവും ഒക്കെ ഉള്ള ആളുകൾ. ഒരിക്കലും ഒരിടത്തും കാണാൻ വയ്യാത്ത രീതിയിൽ പതിനായിരക്കണക്കിന് നഗ്ന സന്യാസിമാരും സന്യാസിനിമാരും ഇതിൽ പങ്കെടുക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലല്ലാതെ ഇങ്ങനൊരു ഉത്സവം മറ്റൊരു രാജ്യത്തും സംഘടിപ്പിക്കുക സാധ്യമല്ല. ഇനി ഞാൻ ഈ സംഘടിപ്പിക്കുക എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ ഒരു അനൗചിത്വം. വലിയൊരു സംഘടനാ സാമർഥ്യമൊന്നും ഹിന്ദുമതത്തിലില്ല, സംഘടനാ രീതിയില്ല. എന്നാൽ മറ്റു മതങ്ങളൊക്കെ സംഘടനാ രീതികളുണ്ട്. പക്ഷേ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു യജ്ഞം ഇതൊക്കെ നടത്തുന്ന ദിവസം ആരെ അറിയിക്കേണ്ട, അവർ പഞ്ചാംഗം നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. എന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകി വരും. എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? നമുക്ക് ഈ കുംഭമേള വിട്ടിട്ട് ആറ്റാർ പൊങ്കാല, അത് ഇന്ത്യയിൽ വലിയൊരു ആൾക്കൂട്ടമാണല്ലോ, സ്ത്രീകളുടെ ഏറ്റവും വലിയ ആൾക്കൂട്ടമാണ് ലോകത്ത്. അതിനെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കമ്മിറ്റികൾ എടുക്കുകയോ അതിനുണ്ട് പ്രചരണം നടത്തുകയോ ഒന്നുമില്ല. ഇന്ന ഡേറ്റിലാണ് ആറ്റാലമ്മച്ചിയുടെ പൊങ്കാല എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു, അവരുടെ പണം ചിലവാക്കി വരുന്നു. അല്ലാതെ പൈസ കൊടുത്ത് ആരെയും കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. ലോകം മുഴുവൻ ഫ്ലക്സ് വയ്ക്കേണ്ട, ഒന്നും വേണ്ട. ഇത് ഹിന്ദുമതത്തിൻ്റെ വലിയൊരു ഗുണമാണ്. വരുന്ന ആളുകൾ അവരുടെ ചിലവ് വന്നോളും. അവർക്ക് അതിനകത്തുനിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാനോ അതിൽ വരുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ലോണ് എളുപ്പമാകാനോ അങ്ങനെയൊന്നുമല്ല. അവരുടെ വിശ്വാസം അത്രേ ഉള്ളൂ. ആ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിക്കാൻ ഹിന്ദുക്കൾ തയ്യാറാണ്. മറ്റുള്ളവർ തയ്യാറല്ല എന്നല്ല, എങ്കിലും അവർക്ക് അത് വിജയിപ്പിക്കുന്നതിന് ഒരു സംഘടനാ പ്രവർത്തനം ആവശ്യമാണ്. പക്ഷേ ഹിന്ദുമതത്തിൻ്റെ എല്ലാ രീതിയിലും അങ്ങനെ തന്നെയാണ്. ആരും സംഘടിപ്പിക്കേണ്ട, അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരും. എന്താണ് അതിൻ്റെ രഹസ്യം? പ്രകൃതിയിൽ നിന്നാണ് ഹിന്ദുമതം വരുന്നത്. അതൊരു ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് റിലീജിയൻ അല്ല. തന്നെത്താൻ ഉത്ഭവിക്കുന്നു, സ്വയംഭൂ എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഗാർഡൻ നിങ്ങളൊന്ന് മനസ്സ് വിഷ്വലൈസ് ചെയ്യൂ. ഒരു പൂന്തോട്ടം, അത് ക്രിയേറ്റഡാണ്. നല്ല ക്രിയേറ്റീവ് മൈൻഡുള്ള ആളുകൾ ഡിസൈൻ ചെയ്യുന്നു, ഒരുപാട് തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു, അതിന് ഇടയിൽ കൂടെ നടക്കാനുള്ള പാതകളൊക്കെ വയ്ക്കുന്നു. അപ്പം കാണാൻ വളരെ സന്തോഷം, ഏറ്റവും ആഹ്ലാദകരം. പിന്നെ ഒരു കൺഫ്യൂഷനുമില്ല. ഒരു പൂന്തോട്ടത്തിലേക്ക് നമ്മൾ നടന്നു പോയാൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, ഏത് വഴി ഇറങ്ങാമെന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഒരു കാടിൻ്റെ സൗന്ദര്യം ഒരു വന്യ സൗന്ദര്യം, ഒരു ഭീതി കൂടെ അതിനകത്തുണ്ട്. പൂന്തോട്ടം നമ്മൾ പേടിക്കാനൊന്നുമില്ല, അത് സംരക്ഷിക്കാൻ ആളുകളുണ്ട്, മൈക്കിൽ കൂടെ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ വരും. പക്ഷേ കാട്ടിലങ്ങനെയല്ല. നമ്മൾ നമ്മുടെ തന്നെ വഴി കണ്ടെത്തി പോകേണ്ടി വരും ചിലപ്പോൾ. ഈ വ്യത്യാസത്തെയാണ് ജോമെട്രിക് ആൻഡ് ട്രാൻസ് ജോമെട്രിക് എന്ന് പറയുന്നത്. ട്രാൻസ് ജോമെട്രിക്കിൽ ഒരു കാടിനെ പോലെ സ്വയം സംഭവിക്കുകയും അതിൻ്റെ നിയമങ്ങളൊന്നും അത്ര വ്യക്തമായി നമുക്ക് പറഞ്ഞു തരാനും പറ്റില്ല. കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അതിനെ കുറിച്ചൊരു ഭയം കൂടെ വേണം.
എന്നാൽ പൂന്തോട്ടത്തിൽ അതില്ല. അതായത് നമ്മുടെ ജോമെട്രിക് കൺസെപ്റ്റിന് എബോ ആയിട്ടുള്ള ഒരു ജോമെട്രിക് കൺസെപ്റ്റ്, അതിനെയാണ് ട്രാൻസ്ജോമെട്രി എന്ന് പറയുന്നത്. അറിയുന്നു, സ്വയം നിശ്ചയിക്കുന്നു, പോകുന്നു. ഈ വന്യത, അതാണ് ഹിന്ദുമതത്തിൻ്റെ സൗന്ദര്യം. നമുക്കൊരു പൂന്തോട്ടത്തിൽ കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ പിന്നെ അത് ബോറടിക്കും. എന്നാൽ ഒരു വനത്തിൽ എത്ര വർഷം താമസിച്ചാലും നമുക്ക് ബോറടിക്കില്ല. കാര്യം വനം ഓരോ ദിവസവും പുതിയതാണ്, പുതിയ 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 രീതി. ഒരു നദി എന്ന പോലെ, നദിയിൽ നമ്മൾ ഇറങ്ങി കുളിക്കുന്നു, പക്ഷേ അടുത്ത മിനിറ്റിൽ വീണ്ടും അതിൽ കുളിക്കാം, പക്ഷെ അത് ആ നദിയല്ല. എന്ന് പറഞ്ഞാൽ വെള്ളം മുഴുവൻ മാറിപ്പോയി. അതാണ് പറയുന്നത്, ഒരേ നദിയിൽ നമുക്ക് 2 പ്രാവശ്യം കുളിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് ഈ ഭാരതീയ ഹിന്ദു സംസ്കാരത്തിൻ്റെ രീതി. അതിന് ബോർഡറുകളില്ല, കഠിനമായിട്ട് നിയമങ്ങളില്ല, തികച്ചും വ്യത്യസ്തമാണ് അല്ലേ എല്ലാ കാര്യങ്ങളും. ഒരാളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ TV-യിലൂടെയൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത്രയും സന്യാസിമാരുണ്ടോ ഇന്ത്യയിലും? കാരണം അങ്ങനെ സന്യാസിമാരെ നമുക്ക് അതേ കാണാനൊന്നും കഴിയില്ലല്ലോ. ഏതാണ്ട് ഒരു എസ്റ്റിമേറ്റ് 4 കോടി ഉണ്ടെന്നാണ്. ഇതിൽ മിക്കവാറും പേരും ഈ ഒരു പ്രത്യേക മാസത്തിൽ വന്ന് ഗംഗയിൽ കുളിച്ചിട്ട് പോകും. ആ വരുന്നവരുടെ വ്യത്യസ്തമായ വസ്ത്രധാരണം, എന്തിന് വസ്ത്രധാരണം പോലും ഇല്ലാത്ത ആളുകൾ വരുന്നുണ്ട്. അവർക്ക് ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരറിവുമില്ല. അവർ പേപ്പർ വായിക്കുന്നില്ല, അവർ TV ചാനലിൽ വരുന്നില്ല, അവരാളുകളെ അനുഗ്രഹിക്കാൻ വരുന്നില്ല, അവരവരുടെ പാട്ടിൽ പോകുന്നു. അവരുടെ രീതിയിൽ ചിലർ അലറി വിളിക്കുന്നു, ചിലർ നൃത്തരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു, ചിലർ അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നു അല്ലേ, ചിലർ അഗ്നിയിൽ ശയിക്കുന്നു, ചിലർ തല മണ്ണിനടി വെച്ചിട്ട് കുറേ നേരം നിൽക്കുന്നു. നമ്മൾ കണ്ടിട്ടുള്ള ആളുകളെ പോലെ അല്ല. അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സ് വരും, ഇതെന്തിനാണ് ഇവരിങ്ങനെ ഇവരുടെ ജീവിതത്തെ, വിലപിടിച്ച മനുഷ്യ ജീവിതത്തെ നശിപ്പിക്കുന്നത്? ഈ ചോദ്യം പണ്ട് നെഹ്റുവാണ് ചോദിച്ചത്. ഇതുപോലെ കുംഭമേളയിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത്, എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞല്ലോ ഈ കുംഭമേള, ലോകത്തെ ഏറ്റവും പ്രാചീനമായ ഉത്സവമായിട്ട് ഗിന്നസ് ബുക്കിലുള്ളതും ഈ കുംഭമേള. അപ്പോൾ നെഹ്റു അദ്ദേഹത്തിൻ്റെ തറവാടിൻ്റെ വശത്തൂടെ ഇങ്ങനെ ആളുകൾ ലക്ഷക്കണക്കിന് ഒഴുകി ഗംഗയിൽ കുളിക്കാൻ പോകുന്ന കണ്ടിട്ട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത്രയും ആളുകൾ വേണ്ട, ഇതിൽ ഒരംശം ആളുകൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വന്നിരുന്നെങ്കിൽ എന്നേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. നിരാശയോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ പറയാൻ അവകാശമുണ്ട്. കാരണം ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ പണയം വെച്ചുകൊണ്ട് സമരരംഗത്ത് നിൽക്കുന്ന കൂട്ടത്തിൽ ഉള്ള ഒരാളാണല്ലോ നെഹ്റു. അദ്ദേഹം അത്ഭുതത്തോടെ നോക്കുന്നു, എന്താ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഏറ്റവും അത്യാവശ്യ ഒരു കാര്യം പറയുമ്പോൾ ഇവരാരും ഒന്നും മൈൻഡ് ചെയ്യാത്തത്. അതേസമയം അവരുടെ കുളിക്കാൻ വേണ്ടി എല്ലാം കൂടെ ഇറങ്ങിപ്പോകും. അത് തീർച്ചയായിട്ടും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇപ്പോഴും തോന്നുന്നില്ലേ, ഈ താടിക്കാരന്മാരും ഇവരുമൊക്കെ എന്തിനാണ് ഇങ്ങനെ ബഹളം കാണിച്ചുകൊണ്ട് റോഡിൽ കൂടെ പോകുന്നത്? ഇവരെ കൊണ്ട് എന്ത് പ്രയോജനം? ഒരുപാട് ചാനലുകളൊക്കെ അവരെ അപമാനിക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് അവരെ മനസ്സിലാവാത്തത്? അവർക്ക് നമ്മളെ മനസ്സിലാകുന്നില്ല എന്ന് മനസ്സിലാവും. അവരനുഭവിക്കുന്ന സന്തോഷം, അവർക്ക് കിട്ടുന്ന അറിവ്, അവരുടെ ശക്തികൾ, ഇതൊന്നും സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുന്നതല്ല. ഒന്നാലോചിച്ചു, ഇത്രയും വലിയ തണുപ്പിൽ ഒരു ചെറിയൊരു തോർത്ത് അല്ലെങ്കിൽ കൗബീനം മാത്രം ഉടുത്തുകൊണ്ട് -8 ഡിഗ്രീസാണ് ഇപ്പം ഇവിടെ തന്നെ കുംഭകോണം നടക്കുന്ന സ്ഥലത്ത് തന്നെ. ഒരു തുണി പോലും ശരീരത്തിലില്ലാതെ സുഖമായിട്ട് അവർ ജീവിക്കുന്നു. മഞ്ഞിലിരിക്കുന്നു, അല്ല മഞ്ഞിനടിയിലിരിക്കുന്നു, പിന്നെ വർഷങ്ങളായി അനങ്ങാതിരിക്കുന്നു പലരും. ഇതൊക്കെ ഒരിക്കലും ഒരു ശാസ്ത്രത്തിന്, നമ്മുടെ ആധുനിക ശാസ്ത്രത്തിന് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. എങ്ങനെ അവർക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റും? എങ്ങനെ ഒന്നിനെയും ഭയമില്ലാതെ കാട്ടിലിരിക്കാൻ പറ്റും? എങ്ങനെ ഇത്ര തീവ്രമായ മഞ്ഞും ചൂടും ഒക്കെ അനുഭവിച്ചിട്ട് ഇരിക്കാൻ പറ്റും? അതൊക്കെ പോട്ടെ, ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ബോറടിക്കില്ലേ? അവർക്ക് മഹാദേവൻ മഹാദേവൻ എന്ന് പറഞ്ഞിട്ട് ഈ ശിവനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് എത്ര ഇരിക്കും? നിങ്ങളൊന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് നോക്കൂ, അപ്പം അറിയാം നമ്മുടെ മനസ്സ് നമ്മളെ തള്ളി മാറ്റും. എന്തെങ്കിലും വേറൊരു കാര്യം ചെയ്യാൻ പറയും. ഇവരെയോ, ഇവരുടെ മനസ്സൊന്നും ഇവരെ ഒരു തരത്തിലും അടിമകളാക്കുന്നില്ല. ഇവർക്ക് എന്താണ് വേണ്ടതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ കാര്യം. അവർക്ക് പണം വേണ്ട, അവർക്ക് BMW കാറുകൾ വേണ്ട,
മറ്റുള്ളവരെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാൻ വലിയ കെട്ടിടങ്ങൾ കെട്ടണ്ട, വലിയ ഡോക്ടറേറ്റും അതും ഇതുമൊക്കെ എടുത്തുകൊണ്ടുള്ള പൊങ്ങച്ചം, ഇതൊന്നും അവർക്കുമുണ്ട്. പക്ഷേ പലർക്കും, അതിൽ വരുന്ന പലർക്കും IIT-യിൽ പഠിച്ചവരുണ്ട്, ഡോക്ടർമാരുണ്ട്, ഡോക്ടറേറ്റ് എടുത്തവരുണ്ട്. ഇവരൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഭിക്ഷക്കാരെ പോലെ. കിട്ടിയാൽ ആഹാരം കഴിക്കില്ലേ, വേണ്ട. ഇത്തരത്തിൽ ഒരു ജീവിതം ജീവിക്കണം. പലരും വസ്ത്രം പോലും കൊടുക്കുന്നില്ല. അത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും. അപ്പോൾ നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്, നമുക്കവരെ മനസ്സിലാവില്ല. അവർക്ക് നമ്മളെ, അത് നമ്മൾ മനസ്സിലാക്കും. അവരുടെ കണ്ണിൽ നമ്മൾ വെറും വിട്ടിയറാണ്. ജീവിതം മുഴുവൻ ജോലി ചെയ്യുന്നതിനും ഇണചേരുന്നതിനും ഇരതയിടുന്നതിനും മാത്രം ജീവിക്കുന്ന കുറേ മൃഗങ്ങൾ. അതാണ് അവരുടെ കണ്ണിൽ നമ്മൾ. അവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് മഹാദേവനെ അറിയണ്ടേ? നിങ്ങൾക്ക് ബ്രഹ്മസായുജ്യം വേണ്ടേ? നിങ്ങൾക്ക് മറ്റ് ഡയമെൻഷൻസൊക്കെ ഇങ്ങനെ കാണണ്ടേ? നമുക്ക് ആകപ്പെടെ കാണാൻ കഴിയുന്ന ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ടൈം എന്നൊക്കെ പറയുന്ന ഈ ഒരു ഡയമെൻഷൻ. കണ്ണട ചൊന്ന് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇവർ വർഷങ്ങളോളം കണ്ണടച്ചിരുന്ന് കൊടിയ ധ്യാനം ചെയ്യും, തീവ്ര ധ്യാനം. അവരെന്തൊക്കെ അറിയുന്നുണ്ട്. അവർ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിൽ പ്രധാന സത്യം, നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഈ പ്രപഞ്ചം അത് നശ്വരമാണ്. നശ്വരമാണെന്ന് മാത്രമല്ല, അതെന്താണ്? അത് വെറും മിഥ്യയാണ്. അത് വെറും ഒരു തോന്നലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ക്വാണ്ടം ഫിസിക്സ് നമ്മളോട് പറയുകയാണ്, ശാസ്ത്രജ്ഞന്മാർ നമ്മളോട് വ്യക്തമായിട്ട് പറയുകയാണ്. ഇത്തവണ നോബൽ പ്രൈസ് കിട്ടിയ ഒരാൾ വളരെ വ്യക്തമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു, എന്താണ്? വേൾഡ് ഈസ് എൻ ഇല്യൂഷൻ. അപ്പം നമ്മളല്ലേ മണ്ടന്മാർ? ആ ഇല്യൂഷനകത്ത് ജനിച്ച് വളർന്ന് ചാവാനല്ലേ നമ്മൾ പോകുന്നത്. അതേസമയം അവർ അഗാധമായ ധ്യാനത്തിലൂടെ സത്യത്തെ കണ്ടെത്താൻ പോകുന്നവരാണ്. അങ്ങനെ സത്യത്തെ കണ്ടെത്തിയവരാണ്. അങ്ങനെയുള്ള ഗുരുക്കന്മാർ അടുത്ത ശിഷ്യന്മാരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അവർ തീവ്രമായ അഭ്യാസങ്ങളാണ് ചെയ്യുന്നത്. വെറുതെ ഇരിക്കുകയല്ല അവർ ചെയ്യുന്നത്. യോഗയിലെ തന്നെ നിരവധി അഭ്യാസങ്ങളുണ്ട്. ആ അഭ്യാസങ്ങൾ, ധ്യാനത്തിൻ്റെ ഓരോ മണ്ഡലവും കടന്നു പോകുന്നത്, ഇതൊക്കെ ഇവരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനെ ഉയർത്തി സഹസ്രാര പത്മം വരെ എത്തിക്കണം. അതിന് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ ഓരോ ചക്രങ്ങളെയായിട്ട് ഭേദിച്ച് ധ്യാനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ ആജ്ഞാചക്രത്തിൽ കുണ്ടലി ശക്തി എത്തുമ്പോഴാണ് അവർക്ക് കൈലാസനാഥൻ ആരെന്നും പാർവതി എന്താണെന്നൊക്കെ മനസ്സിലാകും. ഏതോ ഒരു ഡയമെൻഷനിലിരുന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ സംഹാരം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവ്യശക്തിയാണ്, ആ ദിവ്യ ജീവിതത്തെയാണ് നമ്മൾ കൈലാസനാഥൻ എന്ന് പറയുന്നത്, അല്ലെ മഹാദേവൻ എന്ന് പറയുന്നത്. ആ മഹാദേവനെ ആലോചിച്ചാണ് അവർ ഹരഹര മഹാദേവ എന്ന് പറയും. അതുപോലെ സ്ഥിതി നിലനിർത്തുന്ന, ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളിലെ സ്ഥിതി നിലനിർത്തുന്നത് വൈകുണ്ഠം എന്ന് പറയുന്ന മറ്റൊരു ഡയമെൻഷനിലിരുന്ന് പാലാഴിയിൽ കിടക്കുന്ന രൂപത്തിൽ അവർ കണ്ടിട്ടുള്ള മഹാവിഷ്ണുവാണ്. സത്യലോകത്തിരുന്നിട്ട് ബ്രഹ്മാവാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നത്. നമ്മൾ അന്വേഷിക്കേണ്ട രീതിയല്ല അവരന്വേഷിക്കും. അവർ നമ്മൾ അംഗീകരിക്കുന്നില്ല. അവരുടെ കണ്ണിൽ നമ്മളെല്ലാം വെറും പാഴുകളാണ്. ശങ്കരാചാര്യർ പറഞ്ഞാൽ മൂഢമതേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭജഗോവിന്ദം 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 മൂഢമതേ, ഓ ഫൂൾസ് എന്ന് ശങ്കരാചാര്യർ നമ്മളെ നോക്കി വിളിക്കുകയാണ്. കാര്യം അദ്ദേഹം അഗാധമായ ധ്യാനത്തിലൂടെ കണ്ടെത്തിയ സത്യങ്ങളെ, ആ സത്യങ്ങളെ വെച്ചിട്ട് ഇപ്പം നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണോ കിടന്ന് ഓടുന്നത്, എന്തൊരു സ്വാർത്ഥത നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹം പറയാണ്, യുവർ ഫൂൾസ്. നിങ്ങൾ എന്തിനാണ് ഗോവിന്ദനെ ഭജിക്കാതെ ഈ ഭൗതിക കാര്യങ്ങളുടെ പുറകിൽ പോകുന്നത്? ഒരുപാട് പഠിക്കുന്നു, ജോലി കിട്ടുന്നു, ജോലി കിട്ടിയിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ടാർഗറ്റ് റീച്ച് ചെയ്തില്ല, അതിൻ്റെ ടെൻഷൻസ്, കുടുംബത്തിൽ വഴക്ക്, ഡിവേഴ്സ്, കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഒരു ജീവിതം മുഴുവൻ അടിമയെ പോലെ ജീവിച്ചു പോകും. അവരവരുടെ ഓൺ മാസ്റ്റേഴ്സ്. അവരാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ ചിലരൊക്കെ 128 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നു. നമ്മൾ പരമാവധി എല്ലാ ഡോക്ടർമാർക്കും നമുക്ക് ഉള്ള സമ്പാദ്യം മുഴുവൻ കൊടുത്താൽ ചിലപ്പോൾ 100 വരെ ജീവിക്കുമായിരിക്കും. അവരോ ഒരു ഡോക്ടറും കാണുന്നില്ല, ഒരു രോഗവും അവർക്ക് വരുന്നില്ല, ഒന്നിനും അവർ ചികിത്സിക്കുന്നുമില്ല, ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓടുന്നില്ല. അവർ അഗാധമായ ധ്യാനത്തിലൂടെ സത്യത്തെ തേടിക്കൊണ്ടിരിക്കും. നമുക്കിത് മനസ്സിലാവില്ല. നമുക്ക് ശാസ്ത്രത്തിൻ്റെ വഴിയേ മനസ്സിലാവും. അവർക്ക് ശാസ്ത്രത്തിൻ്റെ വഴി അല്ലാതൊരു വഴിയുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു, ഇത്രയും ലക്ഷക്കണക്കിന് ആൾ ഇത് ഹിമാലയത്തിൽ എവിടെ ഇരിക്കുന്നത്? അവർക്ക് ബോറടിക്കില്ലേ? അവർ തമ്മിൽ വഴക്കൂടില്ലേ? അതൊക്കെ വളരെ കുറവാണ്. കുംഭമേളയ്ക്ക് ഒരു സന്യാസി വേറെ സന്യാസികളുടെ അടികൂടി. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ
ഒരു സന്യാസിയുടെ കാലിൽ മറ്റു സന്യാസി വന്ന് തൊഴുതു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടാണ്? ഞാനല്ലേ അവൻ്റെ കാലിൽ തൊഴുണ്ട്, അവൻ എന്തിനു ഇന്നത്തെ കാലിൽ തൊഴുതു? അതാണ് കാര്യം. അവർ മനുഷ്യ ശരീരം വരെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവരുടെ ഭക്ഷണമൊന്നും അങ്ങനെയൊന്നുമല്ല. അഘോരികൾ അങ്ങനെ മനുഷ്യനെ കൊന്ന് തിന്നു നടക്കുന്നവരൊന്നുമല്ല. അത് സാധാരണ ഒരു ഭാഗമാണ്. നമ്മൾ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു സാധനമാണല്ലോ മനുഷ്യമാംസം. അത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതെടുത്ത് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ശരീരത്തിന് എന്ത് കുഴപ്പമുണ്ടാകും എന്നുള്ള കാര്യമല്ല. അതിനൊരു മനസ്സ്, ധീരത. ശ്മശാനത്തിന് അടുത്തുകൂടെ പോകാൻ നമുക്ക് പേടിയാണ്. അവർക്ക് ശ്മശാനത്തിലിരിക്കാൻ ഒരു പേടിയില്ല. എന്തൊരു വൈരാഗ്യമാണ് അവരുടെ ഉള്ളിൽ കത്തുന്നത്. അത് വച്ച് അവർ ഈ പ്രപഞ്ചത്തിൻ്റെ 14 ലോകങ്ങളും കണ്ടുകൊണ്ട് ജീവിക്കുന്നു. നമ്മളോ ഈ പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഠരേ ശയനം എന്ന് പറയുന്ന പോലെ വീണ്ടും ജനിച്ച് വീണ്ടും ജനിച്ച് വീണ്ടും ജനിച്ച് വീണ്ടും ജനിച്ചു പോകും. ഓരോ ആളുകളെ സ്നേഹിക്കുന്നു, ആ സ്നേഹം പൊട്ടുമ്പോൾ കരയുന്നു, പണം മുഴുവൻ സമ്പാദിക്കുന്നു, അത് അവസാനം കുട്ടികൾ അടിച്ചുകൊണ്ട് പോകുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ അത്രയധികം സ്നേഹിച്ച് വളർത്തിയ കുട്ടികൾക്ക് നമ്മളെ ഒന്ന് ഫോൺ വിളിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടവരെ വളർത്തിയത്? സ്വന്തമായിട്ട് ഒന്നും തന്നെ ചെയ്യാതെ വെറും കാലത്തിൻ്റെ അടിമകളായിട്ട് പോയ കുറേ ആളുകളുടെ ജീവിതം അതല്ലേ ഇവിടെ. എന്തെങ്കിലും പുതിയ സത്യം കണ്ടുപിടിക്കുന്നുണ്ടോ? ഒരു സത്യം കണ്ടുപിടിക്കുക. ഏതെങ്കിലും അനുഭൂതി ഉണ്ടോ? ഒരു അനുഭൂതിയില്ല. അനുഭൂതി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളമടിക്കാനും തീവ്രവാദത്തിനും അതിനൊക്കെ പോകുന്നത്. അതൊന്നും അവർക്കില്ല. അവർ കഞ്ചാവ് അടിക്കില്ലെന്ന് ഞാൻ പറയില്ല. ഈ തണുപ്പിനെ അതിജീവിക്കാൻ ഹിമാലയത്തിലൊക്കെ കഞ്ചാവ് വളരെ ഉപയോഗിക്കുന്നൊരു സംഭവം. കഞ്ചാവ് അടിച്ച് ബൂസായിട്ട് അടക്കമല്ല അവർ ചെയ്യുന്നു. ഏകാഗ്രത കിട്ടാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. അവരാ തണുപ്പിനെ അതിജീവിക്കുന്നതുകൊണ്ട് അത് ശരി. പക്ഷെ നമുക്കിത് വല്ലതും ഉണ്ടോ? അല്ലാതെ നമ്മൾ വെള്ളമടിച്ചും ഡ്രഗ്സൊക്കെ കഴിച്ച് കിടക്കുന്നു. അവരുടെ ലോകം അതെന്താണെന്ന് പഠിക്കണം, മനസ്സിലാക്കണം. അവർ മഹർഷിമാർ ഉപദേശിച്ചു കൊടുത്ത ആ വഴിയെ സഞ്ചരിച്ചു പോകുന്നവരാണവർ. അവരുടെ പ്രതികൂലമായ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ലോകം മുഴുവൻ ഉറ്റുനോക്കുക ഒരു സത്യതാണ്. എന്താണ് ഇന്ത്യയിൽ ഇങ്ങനെ? കാരണം 10,000 വർഷങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ ആധ്യാത്മിക പരീക്ഷണശാലയായിട്ട് മാറിയിരിക്കുന്ന ഭാരതം. ലക്ഷങ്ങൾ വർഷങ്ങളായിട്ട് എന്തിനെയാണ് ഭാരതീയ ആളുകൾ തേടിക്കൊണ്ടിരിക്കുന്നത്? ഇതിനൊക്കെ അപ്പുറമായ ആ ലോകത്തെക്കുറിച്ച്, അതിൻ്റെ നാഥനായ ഭഗവാനെക്കുറിച്ചാണ്, ഈശ്വരനെക്കുറിച്ച്. എനിക്ക് സ്വർഗം വേണ്ട, നരകം വേണ്ട, എനിക്ക് അങ്ങായിട്ട് മാറണം, എനിക്ക് ഈശ്വരനായിട്ട് മാറണം. അതിനാണ് അവർ അങ്ങനെ ഇരിക്കുന്നത്. അതുതന്നെയല്ലേ എല്ലാവരുടെയും ആഗ്രഹം. ക്രിസ്തുവിൻ എന്താണ് പറഞ്ഞത്? ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ. അതല്ലേ അഹം ബ്രഹ്മാസ്മി. ഏറ്റവും ഔന്നത്യത്തിലെത്തിയ യോഗിവര്യന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നൊരു സത്യം അതാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ തന്നെയാണ് ഈശ്വരൻ. പക്ഷെ നമുക്കത് മനസ്സിലാകണ്ടേ? നമ്മൾ ഈ മായയിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്, ഈ ഇല്യൂഷനിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. നമുക്ക് അല്പം പോലും പുരോഗതി ഉണ്ടാവുന്നില്ല. ഭൗതികമായിട്ട് എന്ത് പുരോഗതി ഉണ്ടാകേണ്ട കാര്യം എന്തോ? ഈ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ അർത്ഥം? അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ലോകത്തെ ഒരു ശാസ്ത്രജ്ഞനും ഇത്രയും വൈരാഗ്യം കാണില്ല. അത്രയും വൈരാഗ്യത്തോടുകൂടി ആ തപസ്സിലൂടെ അവർ മുന്നോട്ട് പോകണം. അവർ കാണുന്ന കാര്യങ്ങൾ, അവരുടെ ശക്തികൾ, ഇതെല്ലാം സാധാരണക്കാരായ ഒരു മനുഷ്യനും മനസ്സിലാകും. മഹാപണ്ഡിതന്മാരെ ശ്രമിച്ചത് അതാണ്. റഡ്യാർഡ് കിപ്ലിംഗ് പറഞ്ഞത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ദേ വിൽ നെവർ മീറ്റ്. അവർക്ക് യോജിക്കാൻ കഴിയില്ല. ഈസ്റ്റ് ഈസ്റ്റ് ആണ്, ഈസ്റ്റ് ഈസ് ഈസ്റ്റ്, വെസ്റ്റ് ഈസ് വെസ്റ്റ്, ദേ വിൽ നെവർ മീറ്റ്.